ഹലോ ഗൈസ്, നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ എങ്ങനെ ഫാസ്റ്റ് ആക്കാൻ എന്നതിനെ പറ്റിയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളിപ്പോൾ ഒരു ഫോൺ വാങ്ങിക്കുമ്പോൾ ആദ്യത്തെ ഒരു 5-6 മാസത്തേക്കിന് നല്ല സ്പീഡോടെ ആയിരിക്കും വർക്ക് ആവുന്നത്. പക്ഷെ പിന്നീട് നമുക്ക് ലാഗ് അനുഭവപ്പെടും. സോ അതെങ്ങനെ സോൾവ് ചെയ്യാൻ എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫോൺ ലാഗ് അടിക്കാനുള്ള മെയിൻ കാരണം ഇന്റർണൽ സ്റ്റോറേജ് ഫുൾ ആവുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പം നമ്മുടെ ഫോണിൽ യൂസ് ആകാത്ത, അതായത് നമ്മൾ യൂസ് ചെയ്യാത്ത കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, കുറെ ഓൾഡ് വീഡിയോസ് ഉണ്ട്, ഫോട്ടോസ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഓഡിയോസും ഉണ്ട്. ഇപ്പോൾ ഒരു ഫോണിൽ മെയിൻ ആയിട്ട് സ്റ്റോറേജ് യൂസ് ചെയ്യുന്നത് വാട്സപ്പ് ആണ്. അതായത് ഇപ്പം എല്ലാ ഫോണിലും വാട്സപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ വാട്സപ്പ് ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് കൺസ്യൂം ചെയ്യുന്നത്. ഇപ്പൊ നമുക്കറിയാം, വാട്സപ്പിൽ ഓൾഡ് വീഡിയോസും പഴയ ഫോട്ടോസും ഓഡിയോസും ഒക്കെ കാണും. സോ മാക്സിമം നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ അത് ലാപ്ടോപ്പിലേക്ക് മാറ്റാൻ നോക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഫോണിന്റെ സ്റ്റോറേജ് കുറെ സേവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ സേവ് ചെയ്യുമ്പോൾ നമ്മുടെ ലാഗ് ഇഷ്യൂസ് കുറച്ച് കുറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കാര്യം SD കാർഡ് യൂസ് ചെയ്യുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പം സ്റ്റോറേജ് ഫുൾ ആകുമ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് SD കാർഡ് വാങ്ങിക്കും. 32 GB 64 GB ഒക്കെ SD കാർഡ് വാങ്ങിക്കും. സോ നിങ്ങൾ അതെല്ലാം ഒഴിവാക്കിയിട്ട് ഫാസ്റ്റ് SD കാർഡ് വാങ്ങിക്കാൻ നോക്കുക. ഈ സാധാ SD കാർഡ് ഇടുമ്പം ഫോണിന്റെ സ്പീഡ് കുറയുന്നതായിരിക്കും. ഈ ഫാസ്റ്റ് SD കാർഡ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഈ ആനിമേഷൻ സ്കെയിൽ. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ആനിമേഷൻ സ്കെയിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും വേണ്ടാത്ത കാര്യമാണ്. അതിപ്പം കുറച്ച് പേർക്കൊക്കെ ആനിമേഷൻ സ്കെയിൽ ഇഷ്ടമായിരിക്കും, പക്ഷേ അത് സത്യം പറഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല. അത് നമ്മൾ ഡെവലപ്പർ ഓപ്ഷനിൽ പോയി ഓഫ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇപ്പം ജസ്റ്റ് ഡെവലപ്പർ ഓപ്ഷൻ എടുത്തിട്ട് ആനിമേഷൻ സ്കെയിൽ ഒന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ അപ്പം മൂന്ന് ടൈപ്പ് ആനിമേഷൻ സ്കെയിൽസ് ഉണ്ട്. ജസ്റ്റ് അതിവിടെ 1 അല്ലെങ്കിൽ 1.5 ആയിരിക്കും കിടക്കുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾ 0.5 ആക്കുക, അല്ലെങ്കിൽ ഓഫ് ആക്കി വെക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിന്റെ സ്പീഡ് മാക്സിമം കൂടിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ അടുത്ത ട്രിക്കാണ് ഈ ബാക്ക്ഗ്രൗണ്ട് ആപ്ലിക്കേഷൻ. അതായത് നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ അത് ജസ്റ്റ് ബാക്ക് അടിച്ചിട്ട് പോകും. നമ്മുടെ റീസെന്റ് ആപ്സിനെ നമ്മൾ കളയാറില്ല. സോ അത് മാക്സിമം നിങ്ങൾ കളയാൻ നോക്കുക. എന്നാലേ നമ്മുടെ ഫോണിന്റെ അല്ലെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ട് ഈ ആപ്ലിക്കേഷൻ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് നമ്മളിപ്പോൾ റീസെന്റ് ആപ്സിന് കളഞ്ഞെങ്കിൽ അതിന്റെ പ്രവൃത്തികൾ കൂടിക്കൊണ്ടിരിക്കും. സോ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ സ്റ്റാൻഡേർഡ് ലിമിറ്റ്, ഡെവലപ്പർ ഓപ്ഷനിൽ സ്റ്റാൻഡേർഡ് ലിമിറ്റ് അത് ഓഫ് ആക്കി വെച്ചിട്ട് അത് ജസ്റ്റ് അറ്റ്മോസ്റ്റ് 1 പ്രോസസ് അല്ലെങ്കിൽ 2 പ്രോസസ് ആക്കി വെക്കുക. അങ്ങനെയാകുമ്പോൾ ഫോണിന്റെ സ്പീഡ് കൂടുന്നതായിരിക്കും, ബാറ്ററി ഡ്രെയിൻ ആവുന്ന ഇഷ്യൂ കുറയുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഇതുപോലത്തെ കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഫോണിലെ മാക്സിമം പെർഫോമൻസ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ ലാഗ് അടിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ മാക്സിമം ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത്, അതായത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ തന്നെ ഫേസ്ബുക്ക് ലൈറ്റ്, അതായത് യൂട്യൂബ് ഗോ ഇതുപോലത്തെ ആപ്ലിക്കേഷൻ ഒക്കെ കിട്ടുന്നതായിരിക്കും. സോ മാക്സിമം അങ്ങനെ ഉപയോഗിക്കാൻ നോക്കുക. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഫോണിന്റെ പെർഫോമൻസ് ഇവർ യൂസ് ചെയ്യുന്ന കുറവായിരിക്കും. സോ അതായിരിക്കും ഏറ്റവും നല്ലത്. ഫേസ്ബുക്ക് ഒക്കെ നല്ല രീതിയിൽ പെർഫോമൻസ് യൂസ് ചെയ്യും. അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ക്യാഷെ ഫയൽസ് കുറെ കാണും. സോ അത് ജസ്റ്റ് നിങ്ങൾ ആപ്പ് ഇൻഫോ ക്ലിക്ക് ചെയ്തിട്ട് ഈ ക്യാഷെ ഫയൽസ് എല്ലാം ഡിലീറ്റ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഫോണിന്റെ പെർഫോമൻസ് നമുക്ക് കൂടുന്നതായിരിക്കും. നമ്മുടെ അടുത്ത കാര്യം എന്ന് പറയുന്നത് കുറെ പേര് ആൻഡ്രോയിഡ് കസ്റ്റമൈസ് ചെയ്യും. അതായത് നമ്മളിപ്പം നമ്മുടെ എക്സാക്ട്ലി ഇരിക്കുന്ന ഫോൺ അത് കാണാൻ ഒരു ലുക്ക് ഇല്ലെങ്കിൽ ജസ്റ്റ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഒക്കെ ഡൗൺലോഡ് ചെയ്യും. അതായത് ഇപ്പം KWGT വിഡ്ജറ്റ് ഇതുപോലത്തെ കുറെ ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ആൻഡ്രോയിഡ് കസ്റ്റമൈസേഷന് വേണ്ടി ഡൗൺലോഡ് ചെയ്യും. സോ ഇതൊക്കെ മാക്സിമം ബാറ്ററി യൂസ് ചെയ്യും, അതോടൊപ്പം തന്നെ പെർഫോമൻസ് യൂസ് ചെയ്യും. സോ മാക്സിമം നിങ്ങൾ അത് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ഫോണിന്റെ ഇൻബിൽഡ് ആയിട്ടുള്ള തന്നെ ലോഞ്ചർ വെച്ച് ഫോൺ യൂസ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ പെർഫോമൻസ് കുറയുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ട്രിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ ഫുള്ളോട് അപ്ഡേറ്റ് ചെയ്യുക. നമുക്കറിയാം, നമ്മുടെ ഫോണിൽ സെക്യൂരിറ്റി അപ്ഡേറ്റ് അതോടൊപ്പം തന്നെ സിസ്റ്റം അപ്ഡേറ്റും വരാറുണ്ട്. സോ ഇത് മാക്സിമം ഫുള്ളി അപ്ഡേറ്റഡ് ആക്കി വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ലാഗ് അടിക്കുന്നതായിരിക്കും. പക്ഷെ ചില അപ്ഡേറ്റ് ഒക്കെ, ചില സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നല്ല രീതിയിൽ ലാഗ് അടിപ്പിക്കും ഫോൺ. സോ മാക്സിമം നിങ്ങൾ ഒരു ഫോൺ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിനെപ്പറ്റി ഒരു റിസർച്ച് നടത്തുക. അതായത് യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക, ഈ അപ്ഡേറ്റ് നല്ലതാണോ, അതോ ഈ അപ്ഡേറ്റിൽ ബഗ് ഒക്കെ വരുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ആ ബഗ് ഒക്കെ വരുവാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ അപ്ഡേറ്റ് ഒഴിവാക്കുക. സോ പിന്നീട് ആ ബഗ് ഒക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടി വേറൊരു അപ്ഡേറ്റ് വരും. അഥവാ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല, അടുത്ത അപ്ഡേറ്റിലൂടെ ഫോൺ അത് ശരിയാക്കുന്നതായിരിക്കും. സോ നിങ്ങൾ മാക്സിമം അത് ഫുള്ളി അപ്ഡേറ്റ് ആക്കി വെക്കാൻ നോക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലെ നല്ല വീഡിയോസ് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ. Tell me pretty lies, look me in the face, tell me that you love me, even if it's fake.